അഭിമാനത്തോടെ പടിയിറങ്ങുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ കുറച്ചധികം കാലമായി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും അദ്ദേഹത്തിന് നന്നായി ഉപരാഷ്ട്രപതിയുടെ കസ്റ്റഡിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഏറ്റവും നല്ല സമയവും സന്ദർഭവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പദവിയിലിരിക്കുമ്പോഴുള്ള കാലം. എല്ലാവരുമായി സഹകരിക്കാൻ കഴിഞ്ഞു, നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് ഒരുപാട് പാഠങ്ങളും അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞു എന്നാണ് ജഗദീപ് ധൻഖർ പറയുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി ടെലിഫോണിൽ ചേരുന്നു. ബൽറാം, ഈ രാജി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നാണോ എന്ന് കഴിഞ്ഞ് കുറച്ച് കാലമായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഓർക്കപ്പുറത്ത് അപ്രതീക്ഷിതമായിട്ടാണോ ഈ രാജിക്കത്ത് അദ്ദേഹം പ്രസിഡന്റിന് സമർപ്പിച്ചിരിക്കുന്നത്? SKN തീർത്തും അപ്രതീക്ഷിതം തന്നെയാണ് ഇത്തരത്തിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറുടെ രാജി എന്നുള്ളത്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സഭാ സമ്മേളന കാലയളവിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം ഊർജ്ജസ്വലനായി തന്നെയാണ് തിരിച്ചെത്തിയത്. തുടർന്ന് അദ്ദേഹം സഭയിൽ സംസാരിക്കുമ്പോഴും അദ്ദേഹം അത്തരത്തിൽ താൻ പദവി ഒഴിയാൻ പോകുന്ന തരത്തിലുള്ള യാതൊരു സൂചനയും അദ്ദേഹം നൽകിയിരുന്നില്ല. അപ്രതീക്ഷിതമായാണ് ഈ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ച് അന്ന് തന്നെ അദ്ദേഹം രാഷ്ട്രപതിക്ക് രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. അത് ഉടനടി തന്നെ തന്റെ സ്ഥാനം ഒഴിയുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ ജഗദീപ് ധൻഖർ വ്യക്തമാക്കുന്നത്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാജിക്കത്ത്. അതിൽ ഈ ഒരു കാലയളവിൽ ഉപരാഷ്ട്രപതി എന്ന കാലയളവിൽ സേവിക്കാൻ കഴിഞ്ഞ തന്റെ സേവനങ്ങൾ, തന്നോടൊപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകർ, രാഷ്ട്രപതി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർക്കെല്ലാം തന്നെ അദ്ദേഹം നന്ദി അറിയിക്കുന്നുണ്ട്. അതേസമയം ഇത് സമാനമായ തരത്തിലൊരു മുൻ അനുഭവങ്ങളില്ലാത്ത ഒരു നീക്കം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന ഒരു സവിശേഷതയും കൂടി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജിക്ക് ഉണ്ട്. അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് അദ്ദേഹം ഈ ഒരു തീരുമാനം, അത് രാജിക്കത്താണ് പുറത്തു വരുന്നത്. ഒരു ചർച്ച പോലും, അഭ്യൂഹങ്ങൾ പോലും ഇത് സംബന്ധിച്ച് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ കാലയളവിൽ അദ്ദേഹം സ്വീകരിച്ചിരുന്ന നയങ്ങൾ, അദ്ദേഹത്തെ പ്രകടിപ്പിച്ചിരുന്ന അഭിപ്രായങ്ങളെല്ലാം തന്നെ ഒരു ജുഡീഷ്യറിയെ പോലും വിമർശിക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം 3 തവണ തന്റെ പ്രസംഗങ്ങളിൽ നടത്തി. പ്രത്യേകിച്ച് സർവകലാശാലകളിൽ അടുത്തിടെ കേരളത്തിലെത്തി സംസാരിച്ചപ്പോൾ പോലും ജുഡീഷ്യറിക്കെതിരെ തുറന്ന വിമർശനം അദ്ദേഹം നടത്തിയിരുന്നു. പ്രധാനമായും ഈ തമിഴ്നാട് കേസിൽ ഉണ്ടായ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടും, കൂടാതെ ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ സംഭവവുമായി ബന്ധപ്പെട്ടും എല്ലാം തന്നെ ജുഡീഷ്യറിയെ പോലും വിമർശിക്കുന്ന, പരസ്യ വിമർശനം നടത്തുന്ന ശൈലി അദ്ദേഹം അടുത്തിടെ സ്വീകരിച്ചിരുന്നു. എങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു രാജി, പദവി ഒഴിഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനം അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം രാജി പ്രഖ്യാപിച്ച നിമിഷങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ഈ ഒരു വിവരം പുറത്തു വന്ന നിമിഷങ്ങൾ മാത്രമാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ, അത് പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.